ഖാല സുലൈമാൻ അൽ ഖവാസ് റഹിമഹുല്ലാഹ്, അംറു ബിൽ മഅറൂഫുമായി ബന്ധപ്പെട്ട ഒരു അദബാണ്. മൻ വഅള അഖാഹു ഫീമാ ബൈനഹു വബൈനഹു, ആരാണോ സ്വന്തം സഹോദരനെ അവർക്കിടയിൽ സ്വകാര്യമായി ഉപദേശിച്ചത്, ഫഹിയ നസീഹ, അത് നസീഹത്താണ്. ഒരാളുടെ അടുത്തൊരു തെറ്റ് കണ്ടു, അവൻ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി ഉപദേശിച്ചു, അതിന് നസീഹത്ത് എന്നാണ് പറയുക, ഉപദേശമാണ്, ഗുണകാംക്ഷയാണ്. വമൻ വഅളഹു അലാ റൂസിന്നാസ്, ആരാണോ ജനങ്ങൾക്കിടയിൽ വെച്ച് അവൻ ഉപദേശിച്ചത്, ആ തെറ്റ് ചെയ്യുന്നത് കണ്ടു, അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്, അവിടെ വെച്ച് തന്നെ നമുക്ക് ദേഷ്യം വന്നു, അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഉപദേശിച്ചു, ഫഇന്നമാ ഫളഹ, അത് നസീഹത്തല്ല, അതവനെ വഷളാക്കലാണ്, അവനെ വഷളാക്കിയിരിക്കുന്നു. അത് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഒരാൾ ഉപദേശം നൽകേണ്ടത്, നമ്മളെങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആ തെറ്റ് ചെയ്തവൻ്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് വിചാരിക്കാം. നമ്മളോട് ആളുകൾ എങ്ങനെയാണ് ഉപദേശിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ ഉപദേശിക്കുക. എന്നാൽ ഇത് എല്ലാ സന്ദർഭത്തിലും അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നില്ല. മറിച്ചിപ്പോൾ ഒരാൾ ഒരു തെറ്റ് അയാൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കൂടി പഴപ്പിക്കുന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു പഴച്ച വാദം ഒരാൾ പറയുന്നുണ്ട്, അപ്പോൾ അയാളെ ഒറ്റയ്ക്ക് വിളിച്ച് ഉപദേശിക്കണമെന്നുണ്ടോ? ദീനിലില്ലാത്ത ഒരു വാദം, ഒരു ബിദഅത്ത്, ഒരു ദലാലത്ത്, ഒരു തെറ്റായ വിശ്വാസം ഒരാൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അതിന് മറുപടി പറയാൻ, അയാളെ തിരുത്താൻ, അയാളെ പോയിട്ട് കണ്ട് തിരുത്തണമെന്നുണ്ടോ? അങ്ങനെയില്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, എന്തെങ്കിലും ഒരു ബാത്തുലിന് മറുപടി കൊടുത്താൽ, അതിനെ എതിർത്ത് സംസാരിച്ചാൽ അയാളോടൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കും. അങ്ങനെ ഇസ്ലാമിൽ ഒരു ഷർത്തില്ല. ഒരു തെറ്റ് പരസ്യമായി കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് തന്നെ എതിർക്കാം. നേരെ മറിച്ച് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയിൽ മാത്രം പരിമിതമായ തെറ്റുകൾ, മറ്റുള്ളവരെ ബാധിക്കാത്ത തെറ്റുകൾ അവൻ ചെയ്യുന്നത് കണ്ടാൽ അത് പരസ്യമായിട്ടല്ല തിരുത്തേണ്ടത്, രഹസ്യമായിട്ടാണ് ഉപദേശിക്കേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്.